അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി തിരിച്ചു മറിച്ചിട്ട് മീൻ വറുക്കുന്ന പോലെ നമുക്കൊന്ന് വറുത്ത് കോരി ചൂടോടെ നമ്മുടെ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള വഴുതനങ്ങയും പച്ചമുളകും കൂടെ ഞാൻ ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ തൈരിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഇതും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. കുറച്ച് നേരം ഇരുന്നിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വഴുതന ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.